വാർത്തകളിലേക്കാണ്. മലപ്പുറം വളാഞ്ചേരിയിൽ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തതായി പരാതി. 3 ദിവസം മുൻപ് രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചു കടന്ന് 3 അംഗ സംഘം ബലാത്സംഗം ചെയ്തെന്നാണ് യുവതിയുടെ പരാതി. വളാഞ്ചേരി സ്വദേശിനിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ജംഷീർ കൊടിഞ്ഞി തിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ജംഷീർ, ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. അതായത് വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഘം പീഡിപ്പിച്ചു എന്നുള്ളതാണ് യുവതിയുടെ പരാതി. എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം? വിശദാംശങ്ങൾ. ഫാരിഷ, കഴിഞ്ഞ 3 ദിവസം മുൻപാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. 3 അംഗ സംഘമാണ് യുവതിയെ അതായത് ബന്ധുവീട്ടിലെത്തിയ യുവതിയെ വീട്ടിൽ അതിക്രമിച്ച് കയറി രാത്രി അതിക്രമിച്ച് കയറിക്കൊണ്ട് ഇത്തരത്തിൽ കൂട്ടബലാത്സംഗം ചെയ്തത് എന്നുള്ള ഒരു പരാതിയാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം യുവതി മെന്റൽ ട്രോമയിലായിരുന്നു, അതായത് പേടിച്ച് കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു. തുടർന്ന് യുവതിയുടെ സുഹൃത്തിനോടാണ് ഇന്ന് ഇപ്പോൾ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഈ വിവരമറിഞ്ഞ സുഹൃത്താണ് ഇപ്പോൾ ഈ വിഷയം യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചതും പിന്നീട് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നതും. ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ 2 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്, വളാഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടെന്നാണ് വിവരം. ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. എന്നാൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ അല്പം മുമ്പാണ് ഇവർ പിടിയിലായിട്ടുള്ളത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. തിരൂർ ഡിവൈഎസ്പി പി ഷംസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നതും പ്രതികളെ ഇപ്പോൾ 2 പേരെ പിടികൂടിയിട്ടുള്ളത്. ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അർദ്ധരാത്രിയോട് കൂടി ഈ സംഘം 3 അംഗ സംഘം വീട്ടിൽ അതിക്രമിച്ച് കയറി യുവതിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരവും. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വളാഞ്ചേരി പോലീസിൽ പരാതിയും ലഭിച്ചിരിക്കുന്നത്. ഈ യുവതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് മാനസികമായി വളരെ പ്രയാസം അനുഭവിക്കും, ശാരീരികമായി ബുദ്ധിമുട്ടുകൾ, ഫിക്സ് അടക്കമുള്ള അസുഖങ്ങൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നാണ് വിവരം. യുവതി ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുകയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ മുന്നോട്ട് പോവുകയാണെന്നാണ് പോലീസ് പറയുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഫാരിഷ. ജംഷീർ, ഉയർന്നുവരുന്ന ചോദ്യങ്ങൾ അത് ഒരുപാടാണ്. അതായത് പ്രധാനമായിട്ടും ഈ യുവതി വീട്ടിൽ തനിച്ചാണോ താമസം എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യമാണ്. രണ്ടാമത് ഈ 3 അംഗ സംഘം അതിക്രമിച്ചു കയറിയവരെ ഈ യുവതിക്ക് ഏതെങ്കിലും തരത്തിൽ പരിചയമുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായ വിവരങ്ങൾ പോലീസ് നൽകേണ്ടതുണ്ട്. പക്ഷേ പോലീസുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത്. അല്പം മുമ്പാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് യുവതി ഈ കസ്റ്റഡിയിലെടുത്ത 2 പേരെയും തിരിച്ചറിഞ്ഞു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഒരാളെ കൂടി കസ്റ്റഡിയിൽ എടുക്കാനുണ്ട്, ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഈ യുവാക്കൾ, ഈ പറയപ്പെടുന്ന പ്രതികൾ ഈ വീട്ടിലെത്തിയത്, അവരെങ്ങനെയാണ് അതിക്രമിച്ച് കയറിയത് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ വരും സമയങ്ങളിൽ പോലീസിൽ നിന്ന് ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തിരൂർ ഡിവൈഎസ്പിയാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഡിവൈഎസ്പിയുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നപ്പോൾ ഈ അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ പറയാം എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്നത്. ഫാരിഷ. ജംഷീർ, 3 ദിവസം മുൻപാണ് ഈ പീഡനം നടന്നത് എന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ യുവതിയുടെ ആരോഗ്യ മാനസിക സ്ഥിതിയൊക്കെ സംബന്ധിച്ച് എന്താണ്? അവർ നോർമലായിട്ട് വന്നോ? യുവതി മാനസികമായി തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ടാണ് ആ ദിവസങ്ങളിൽ പരാതി നൽകാനോ അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോകാനോ യുവതിക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ 3 ദിവസങ്ങൾക്ക് ശേഷം യുവതിയുടെ ഒരു സുഹൃത്തിനോട് ഇക്കാര്യം പറഞ്ഞപ്പോഴാണ് സംഭവങ്ങൾ പുറത്തറിയുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ സുഹൃത്താണ് പിന്നീട് യുവതിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതും പിന്നീട് പോലീസിൽ പരാതി നൽകാനൊക്കെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ബലാത്സംഗം നടന്നതിന് ശേഷം യുവതി മാനസികമായി ആകെ തകർന്നിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ആരോഗ്യപരമായി ഫിക്സ് ഉൾപ്പെടെയുള്ള ആരോഗ്യപരമായ പ്രശ്നങ്ങൾ യുവതിക്ക് നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യുവതി ആശുപത്രിയിൽ തുടരുന്ന ഒരു സാഹചര്യമുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ, വരും സമയങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാരിഷ. ശരി. മലപ്പുറം വളാഞ്ചേരിയിലാണ് യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തതായിട്ടുള്ള പരാതി ഉയർന്നു വന്നിരിക്കുന്നത്. 3 ദിവസം മുൻപ് രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ച് കടന്ന് 3 അംഗ സംഘം ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതി പരാതിപ്പെട്ടിരിക്കുന്നത്. വളാഞ്ചേരി സ്വദേശിനിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ 3 അംഗ സംഘത്തിൽ 2 പേർ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.